ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈൽ തട്ടിപ്പുകൾ നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം സുരക്ഷിതമാക്കുക. ഇന്ന് നമ്മുടെ ജീവിതം മൊബൈൽ ഫോണുകളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബാങ്കിംഗ്, ഷോപ്പിംഗ്, സോഷ്യൽ മീഡിയ, വിനോദം എന്നിവയെല്ലാം ഇപ്പോൾ നമ്മുടെ ഫോണുകളിൽ നിന്ന് ആക്സസ് ചെയ്യാം. എന്നാൽ ഈ സൗകര്യത്തിനൊപ്പം വരുന്നത് ഓൺലൈൻ തട്ടിപ്പുകളുടെയും സൈബർ ആക്രമണങ്ങളുടെയും ഭീഷണിയാണ്. എന്താണ് മൊബൈൽ തട്ടിപ്പ്? മൊബൈൽ തട്ടിപ്പ് എന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങളെ വഞ്ചിക്കാനുള്ള ഒരു ശ്രമമാണ്. തട്ടിപ്പുകാർ നിങ്ങളുടെ പണം, വ്യക്തിഗത വിവരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ തന്നെ മോഷ്ടിക്കാൻ ശ്രമിക്കും. മൊബൈൽ തട്ടിപ്പുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? SMS ഫിഷിംഗ്. നിങ്ങൾക്ക് ബാങ്ക്, പേയ്മെന്റ് ഗേറ്റ്വേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വസനീയ സ്ഥാപനത്തിൽ നിന്നുള്ളതായി തോന്നുന്ന ഒരു സന്ദേശം ലഭിക്കും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഉപകരണത്തിൽ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയോ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തപ്പെടുകയോ ചെയ്തേക്കാം. ഫിഷിംഗ് ആപ്പ്. തട്ടിപ്പുകാർ നിങ്ങളെ ആകർഷിക്കുന്നതിനായി ഒരു യഥാർത്ഥ ആപ്പിന്റെ കൃത്യമായ ഒരു പകർപ്പ് നിർമ്മിക്കും. നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയാൽ അവർ അത് ദുരുപയോഗം ചെയ്യും. പബ്ലിക് വൈഫൈ. പൊതുസ്ഥലങ്ങളിലെ അപരിചിതമായ വൈഫൈ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ അപകടകരമാണ്. ഈ നെറ്റ്വർക്കുകൾ വഴി തട്ടിപ്പുകാർ നിങ്ങളുടെ ഡാറ്റ ഇന്റർസെപ്റ്റ് ചെയ്യുകയും നിങ്ങളുടെ ഫോണിലേക്ക് ആക്സസ് നേടുകയും ചെയ്യാം. കോൾ സ്പൂഫിംഗ്. നിങ്ങൾക്ക് ബാങ്ക്, പോലീസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരികളിൽ നിന്നുള്ളതായി തോന്നുന്ന ഒരു കോൾ ലഭിക്കും. അവർ നിങ്ങളെ ഭയപ്പെടുത്തി നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകാൻ പ്രേരിപ്പിക്കും. ക്വിക്ക് റിയാക്ഷൻ അഥവാ QR കോഡ് തട്ടിപ്പുകൾ. വ്യാജ QR കോഡുകൾ സ്കാൻ ചെയ്യുന്നത് നിങ്ങളെ ദുരുപയോഗപ്പെടുത്താൻ കാരണമാകും. സോഷ്യൽ എഞ്ചിനീയറിംഗ്. തട്ടിപ്പുകാർ നിങ്ങളുടെ വിശ്വാസം നേടാൻ സോഷ്യൽ മീഡിയ, മെസ്സഞ്ചർ ആപ്പുകൾ എന്നിവ ഉപയോഗിക്കും. അവർ നിങ്ങളുടെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ആണെന്ന് അവകാശപ്പെട്ട് സഹായം അഭ്യർത്ഥിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിക്കാൻ വ്യാജ കഥകൾ സൃഷ്ടിക്കുകയോ ചെയ്യും. മൊബൈൽ തട്ടിപ്പുകളിൽ നിന്ന് നിങ്ങളുടെ ഫോൺ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള 5 പ്രധാന വഴികൾ. നിങ്ങളുടെ ഫോൺ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റുകൾ സുരക്ഷാ പാളിച്ചകൾ അടയ്ക്കുകയും നിങ്ങളുടെ ഉപകരണത്തെ കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. എല്ലായ്പ്പോഴും ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ഫോൺ, ആപ്പുകൾ, ഇമെയിൽ എന്നിവയ്ക്കായി ഒരേ പാസ്വേഡ് ഉപയോഗിക്കരുത്. ഓരോ അക്കൗണ്ടിനും വ്യത്യസ്തവും ശക്തവുമായ പാസ്വേഡുകൾ ഉണ്ടായിരിക്കണം. അപരിചിതമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് അജ്ഞാതമായ നമ്പറിൽ നിന്നോ ഇമെയിൽ വിലാസത്തിൽ നിന്നോ ഒരു സന്ദേശം ലഭിച്ചാൽ അതിൽ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത്. പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. പൊതുസ്ഥലങ്ങളിലെ അപരിചിതമായ വൈഫൈ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾക്ക് നിർബന്ധമായും ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നാൽ ഒരു VPN അഥവാ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗിക്കുക. ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോർ എന്നിവയിൽ നിന്ന് മാത്രം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക. മൂന്നാം കക്ഷി ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഉപകരണത്തെ മാൽവെയറുകൾക്ക് സംവേദനക്ഷമമാക്കും. മറ്റ് ചില നിർദ്ദേശങ്ങൾ കൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് ID പോലുള്ള ബയോമെട്രിക് സുരക്ഷ സവിശേഷതകൾ സജ്ജമാക്കുക. 2. ഘടക പ്രമാണീകരണം അഥവാ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ എന്നിവയ്ക്ക് 2 ഫാക്ടർ ഓതന്റിക്കേഷൻ സജ്ജമാക്കുക. ഫോൺ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ മോഷണം പോയാൽ നിങ്ങളുടെ ഫോൺ കണ്ടെത്താനോ അതിലെ ഡാറ്റ മായ്ക്കാനോ സഹായിക്കുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. സുരക്ഷാ അവബോധം വളർത്തുക. സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള പുതിയ തട്ടിപ്പുകളും തന്ത്രങ്ങളും നിരന്തരം അപ്ഡേറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.